ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഉന്നക്കായയാണ്. മലബാറുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സ്വാദിഷ്ടമേറിയതുമായ പലഹാരമാണ് ഉന്നക്കായ. അതിനുവേണ്ടി ഞാൻ ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് 2 ഏത്തപ്പഴമാണ്. അതിനെ ഒരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്ത് എടുക്കണം. സ്റ്റീം ആയ ശേഷം അതിന്റെ തൊലി കളഞ്ഞ് അതിന്റെ ഉള്ളിലെ കറുത്ത സീഡ് നീക്കം ചെയ്യണം. ഇതിനെ ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ മാഷ് ചെയ്തെടുക്കണം. കട്ടകളില്ലാതെ മാഷ് ചെയ്തെടുക്കണം. പഴം ഒത്തിരി പഴുത്തതാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് ഇതിനെ നല്ലപോലെ കുഴച്ചെടുക്കണം. ഞാനിവിടെ നോർമൽ പഴുപ്പുള്ള പഴമാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനെ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഇനി തയ്യാറാക്കാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഫില്ലിംഗ് ആണ് ഇഷ്ടം. ഞാൻ ഇന്നിവിടെ നോർമൽ കോക്കനട്ടിൻ്റെ ഫില്ലിംഗ് ആണ് എടുക്കുന്നത്. ചിലർ കോക്കനട്ടിൻ്റെ കൂടെ മുട്ട ചിക്കിയും ചേർക്കാറുണ്ട്. ചിലർക്ക് ചിക്കൻ ഫില്ലിംഗ് ആയിരിക്കും, ബീഫിൻ്റെ ഫില്ലിംഗ് ആയിരിക്കും. ഞാൻ ഇന്ന് നോർമൽ കോക്കനട്ട് ഫില്ലിംഗ് ആണ് എടുക്കുന്നത്. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ചെറുതായി കട്ട് ചെയ്തത്, അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും ഇട്ട് ഒരു നുള്ളി ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ യോജിപ്പിക്കണം. ചെറിയ തീയിലിട്ട് ചൂടാക്കിയ ശേഷം മാറ്റി വെക്കുക. ഇനി നമുക്ക് ഉന്നക്കായ തയ്യാറാക്കാം. അതിനുവേണ്ടി കുഴച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് എടുത്ത് ബോളുകളാക്കി ഉരുട്ടി അതിലേക്ക് ഫില്ലിംഗ് വെച്ച് ഉന്നക്കായുടെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. കയ്യിലൊട്ടാതിരിക്കാൻ കുറച്ച് നെയ്യ് തടവാം. ഞാനിവിടെ എടുത്ത പഴമെല്ലാം ഉന്നക്കായുടെ രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി ഉന്നക്കായിട്ട് പൊരിക്കേണ്ടതുണ്ട, 2-3 ഇട്ട് പൊരിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തീ ചെറുതായ മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം. തിരിച്ചിടുമ്പം ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകരുതേ. നമ്മളിവിടെ തയ്യാറാക്കിയ ഉന്നക്കായ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉന്നക്കായ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരല്ലേ ഉള്ളേ? എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നോയമ്പ് കാലത്താണ് ഉന്നക്കായ കൂടുതലും ഉണ്ടാക്കാറ്. വളരെ രുചിയേറിയതും എല്ലാവർക്കും പ്രിയപ്പെട്ടതുമായ ഉന്നക്കായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.